ഹലോ ഓൾ. കഴിഞ്ഞ ക്ലാസ് നമ്മൾ സ്റ്റാറ്റിക് വെബ് പേജ് ആൻഡ് ഡൈനാമിക് വെബ് പേജിനെ പറ്റിയാണ് പഠിച്ചത്. കണ്ടന്റ് ചേഞ്ച് ചെയ്യാത്ത വെബ് പേജുകളായിരിക്കും സ്റ്റാറ്റിക് വെബ് പേജ്. ഒരു സ്റ്റാറ്റിക് വെബ് പേജിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ഷോപ്പിന്റെ ഒരു വെബ്സൈറ്റ്, ഒരു കടയുടെ ഒരു വെബ്സൈറ്റ് എടുത്തു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ കണ്ടന്റ് മിക്കവാറും എപ്പോഴും ഒരേപോലെ ഇരിക്കും അല്ലെ. അതുപോലെ തന്നെ ഒരു കോളേജ് അവരുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസിനെ പറ്റിയുള്ള ഒരു വെബ് പേജ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ മിക്കവാറും തന്നെ എന്താണ് കോഴ്സ് ഡീറ്റെയിൽസ് എന്നും ഇന്നും മാറിക്കൊണ്ടിരിക്കത്തൊന്നുമില്ല. അത് സ്റ്റാറ്റിക് ആയിട്ടുള്ളതായിരിക്കും. അത്തരം വെബ് പേജുകൾ സ്റ്റാറ്റിക് വെബ് പേജുകൾക്ക് ഉദാഹരണമാണ്. അതേസമയം ഓരോ പ്രാവശ്യവും നമ്മൾ എടുക്കുമ്പോഴും വരുന്ന HTML പേജിന്റെ കണ്ടന്റുകൾ മാറ്റങ്ങൾ വരുന്നതാണെങ്കിൽ അത്തരം വെബ് പേജുകൾക്ക് പറയുന്ന പേരാണ് ഡൈനാമിക് വെബ് പേജസ്. ഉദാഹരണത്തിന് നിങ്ങളുടെ DHSCയുടെ വെബ്സൈറ്റ്, റിസൾട്ടിന്റെ വെബ്സൈറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും എടുക്കുന്ന റിസൾട്ട് നിങ്ങളുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള റിസൾട്ടുകളാണ്. ഒരാളുടെ റിസൾട്ട് ആയിരിക്കില്ല വേറൊരാളുടെ റിസൾട്ട്. അപ്പം ഫോർമാറ്റും ഒക്കെ ഏകദേശം സെയിം ആണെങ്കിലും അതിലെ കണ്ടന്റ് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ നമ്മൾ റെയിൽവേ റിസർവേഷന് വേണ്ടി നമ്മൾ വെബ്സൈറ്റ് എടുക്കുന്നു. ഇന്ത്യൻ റെയിൽവേയുടെ റിസർവേഷൻ വെബ്സൈറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും അതിലെ കണ്ടന്റ് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ഡേറ്റാസിന് വ്യത്യാസം ഓരോ നിമിഷവും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. നമ്മുടെ ബാങ്ക് ബാലൻസ് അറിയാനായിട്ട് നമ്മൾ ബാങ്കിന്റെ വെബ്സൈറ്റ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ യൂസർ നെയിമും ലോഗിനും എൻ്റർ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന ഡേറ്റാസുകൾ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. അത്തരം വെബ് പേജുകൾക്കാണ് ഡൈനാമിക് വെബ് പേജസ് എന്ന് പറയുക. ഇന്നത്തെ നമ്മൾ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന അടുത്ത ടോപ്പിക്കാണ് സ്ക്രിപ്റ്റ്. എന്താണ് സ്ക്രിപ്റ്റ് എന്ന് നോക്കാം. ഒരു HTML പേജിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന സെറ്റ് ഓഫ് പ്രോഗ്രാം കോഡിന് പറയുന്ന പേരാണ് സ്ക്രിപ്റ്റ്. Scripts are program code written inside HTML pages. HTML പേജ് ഉള്ളിൽ എഴുതുന്ന പ്രോഗ്രാം കോഡിന് പറയുന്ന പേരാണ് സ്ക്രിപ്റ്റ്. സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസിന് എക്സാമ്പിൾ ആണ് ജാവാസ്ക്രിപ്റ്റ്, VB സ്ക്രിപ്റ്റ്, PHP, പേൾ തുടങ്ങിയവയെല്ലാം സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിന് എക്സാമ്പിൾ ആണ്. ഇനി എങ്ങനെയാണ് സ്ക്രിപ്റ്റ് എഴുതുക എന്ന് നോക്കാം. HTML ടാഗുകളാണ്. ഈ ആങ്കർ ബ്രാക്കറ്റിനുള്ളിൽ എഴുതുന്നതിനെയാണ് ടാഗ്സ് എന്ന് പറയുക. HTML എന്ന് പറഞ്ഞ ഒരു ടാഗാണ്. ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമാൻഡ്സുകളാണ്, ബ്രൗസറിനുള്ള കമാൻഡുകളാണ്. ഈ ടാഗ് കാണുമ്പോൾ ബ്രൗസറിന് മനസ്സിലാവും ഇതൊരു HTML പേജ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഇനി HTML ലാംഗ്വേജ് ഒക്കെ പഠിക്കുന്നുണ്ട്. അതിൽ ധാരാളം ടാഗുകളൊക്കെ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യും. എനിവേ നമ്മൾ ഒരു സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ സ്ക്രിപ്റ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ടാഗാണ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ടാഗ്. ഒരു സ്ക്രിപ്റ്റ് ടാഗ് ഓപ്പൺ ചെയ്ത് അത് ക്ലോസ് ചെയ്യുന്നതാണ് /സ്ക്രിപ്റ്റ് ടാഗ്. ഇതിനുള്ളിൽ എഴുതുന്നതാണ് ഈ സ്ക്രിപ്റ്റിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ. ഉദാഹരണത്തിന് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ടാഗ് എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ക്രിപ്റ്റ് ടാഗിന്റെ കൂടെ നമുക്ക് കുറച്ച് ആട്രിബ്യൂട്ട്സ്, അതിന്റെ ആട്രിബ്യൂട്ടും അതിന്റെ വാല്യൂസുകളും ആഡ് ചെയ്യാം. അന്നേരമാണ് അത് കുറച്ചും കൂടെ യൂസ്ഫുൾ ആകുന്നത്. ഉദാഹരണത്തിന് ഈ സ്ക്രിപ്റ്റ് ടാഗിന്റെ ആട്രിബ്യൂട്ടാണ് ടൈപ്പ്. ടൈപ്പ് ഈസ് ഇക്വൽ ടു ടെക്സ്റ്റ് /JavaScript എന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഈ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഈ സ്ക്രിപ്റ്റ് എന്നൊരു ടെക്സ്റ്റ് ഫയലാണ്. ആ ഫയൽ ഉപയോഗിച്ചിരിക്കുന്ന ലാംഗ്വേജ് JavaScript എന്ന് പറഞ്ഞ ലാംഗ്വേജ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം നമ്മളുടെ HTML പ്രോഗ്രാമിൽ നമുക്കൊരു സ്ക്രിപ്റ്റ് ടാഗ് ആഡ് ചെയ്യണമെങ്കിൽ, നമുക്ക് സ്ക്രിപ്റ്റ് കോഡ് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് എഴുതണം? സ്ക്രിപ്റ്റ് എന്ന് എഴുതണം. എന്നിട്ട് അതിന്റെ ടൈപ്പ്, നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ്, പല സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഉണ്ട്. ആ ലാംഗ്വേജും അതിന്റെ ടൈപ്പും ആ ഫയലിന്റെ ടൈപ്പുമാണ് നമ്മൾ ആദ്യം ഇവിടെ എഴുതേണ്ടത്. ഇനി നമുക്ക് സ്ക്രിപ്റ്റ് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. HTML പേജിന്റെ കൂടെ തന്നെ ഇൻക്ലൂഡ് ചെയ്യുക. ഇനി അല്ലാതെ സ്ക്രിപ്റ്റ് കോഡുകൾ സെപ്പറേറ്റ് ഫയൽസുകളായിട്ട് എഴുതാം. അങ്ങനെ എഴുതുവാണെങ്കിൽ സെപ്പറേറ്റ് ഫയലുകളായിട്ടാണ് നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിന്റെ സോഴ്സ് നമ്മളിവിടെ പറയണം. സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ടാഗിന്റെ കൂടെ നമ്മൾ അടുത്ത ആട്രിബ്യൂട്ട് SRC സോഴ്സിന്റെ ആട്രിബ്യൂട്ടും കാണിക്കണം. അതിൽ നമ്മുടെ സ്ക്രിപ്റ്റ് കോഡ് എഴുതിയിരിക്കുന്ന ഫയലിന്റെ പേരാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സ്ക്രിപ്റ്റ് കോഡ് .js. JS എന്ന് പറഞ്ഞാൽ JavaScript എന്ന് പറയുന്ന ഫയലിന്റെ ഇതാണ്, എക്സ്റ്റൻഷൻ ആണ്. .js എന്ന് പറഞ്ഞ ഫോർമാറ്റും കൂടെ അതിൽ പറഞ്ഞു കൊടുക്കുക. അപ്പം ഒരു സ്ക്രിപ്റ്റ് കോഡിനെ നമ്മുടെ HTML ഫയലിലേക്ക് ഇൻക്ലൂഡ് ചെയ്യിക്കാൻ ഉപയോഗിക്കുന്ന ടാഗാണ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ടാഗ്. ഈ ടാഗിന്റെ ഓപ്പണിംഗ് ആണിത്. ഇതിന്റെ ക്ലോസിങ്, ഇതിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ അവസാനിക്കുന്നത് ഇവിടെയാണെന്ന് കാണിക്കുന്നതാണ്.
ടാഗുകൾ എങ്ങനെയാണ് എഴുതുന്നുണ്ട് എന്നൊക്കെ നമ്മൾ ഇനിയും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അന്നേരം നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം ഒരു സ്ക്രിപ്റ്റ് കോഡ് ആഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ടാഗാണ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ടാഗ്. അതിന്റെ 2 ആട്രിബ്യൂട്ട്സുകളാണ് നമ്മൾ കണ്ടത്. ഒന്ന് ടൈപ്പും രണ്ടാമത്തത് SRC. ടൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ കോഡിന്റെ ആ ഫയലിന്റെ ടൈപ്പ്, ആ ഫയൽ ഉപയോഗിക്കുന്ന ലാംഗ്വേജ്, ഈ 2 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ലാംഗ്വേജ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ടെക്സ്റ്റ് ഫയൽ ആയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് സോഴ്സ്. SRC എപ്പോഴാണ് കാണിക്കേണ്ടത്? നമ്മുടെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്ന കോഡ് ഒരു സെപ്പറേറ്റ് HTML ഫയലിന്റെ കൂടി അല്ലാതെ നമ്മളൊരു വേറൊരു ഫയലായിട്ട് പുറത്ത് ഉള്ള ഫയലിലാണ് എഴുതി വെച്ചിരിക്കുന്നതെങ്കിൽ അതിന്റെ പേരാണ് ഇവിടെ SRCയിൽ. അതിന്റെ പേരും അത് സേവ് ചെയ്തിരിക്കുന്ന റൂട്ടും ഒക്കെ ആയിരിക്കും നമ്മൾ ഇവിടെ കാണിക്കുക. നെക്സ്റ്റ് ഇനി ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് 2 തരത്തിലുണ്ട്. ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങും സെർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങും. നമ്മുടെ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? HTML കോഡിന്റെ കൂടെ അല്ലെങ്കിൽ പേജിന്റെ ഉള്ളിൽ എഴുതുന്ന പ്രോഗ്രാം കോഡിന് പറയുന്ന പേരാണ് സ്ക്രിപ്റ്റ്. സ്ക്രിപ്റ്റിംഗ് 2 തരത്തിലുണ്ട്. ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗും ഉണ്ട്, സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗും ഉണ്ട്. എന്താണ് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് നോക്കാം. അത് മനസ്സിലാകാനായിട്ട് ഒരു എക്സാമ്പിൾ വേഗം കാണിക്കാം. ഇവിടെ എൻ്റെ ഒരു Gmail അക്കൗണ്ട് ആണ്. ഗൂഗിൾ അക്കൗണ്ട് ഞാൻ ഓപ്പൺ ചെയ്യാനായിട്ട് പോവുകയാണ്. യൂസർ നെയിം ഓൾറെഡി എൻ്റെ യൂസർ നെയിമിലാണ് നിൽക്കുന്നത്. പാസ്വേഡ് ചോദിക്കുകയാണ്. ഈ പാസ്വേഡ് ചോദിക്കുമ്പോൾ ഞാൻ ഒരു ഇൻകറക്റ്റ് ആയിട്ടുള്ള, സപ്പോസ് ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് ഞാൻ ടൈപ്പ് ചെയ്യുന്നു. ടൈപ്പ് ചെയ്ത് ബട്ടനെ പ്രസ് ചെയ്യുമ്പോൾ വിത്തിൻ എ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുകയാണ് റോങ് പാസ്വേഡ്. റോങ് പാസ്വേഡ്, നമ്മൾ എൻ്റർ ചെയ്ത പാസ്വേഡ് തെറ്റാണ്. തെറ്റാണെന്ന് എങ്ങനെയാണ് മനസ്സിലായത്? ഇത് സെർവറിൽ പോയി അവിടെ ചെന്ന് ചെക്ക് ചെയ്തിട്ട് അതിന്റെ റിസൾട്ടാണ് ഈ റോങ് പാസ്വേഡ് എന്ന് പറയുന്നത് കിട്ടിയത്. ഇനി രണ്ടാമത്തെ സമയം ഞാനിവിടെ എൻ്റെ പാസ്വേഡ് അടിച്ചു കൊടുക്കാതെ എംപ്റ്റി ആയിട്ട് ഞാൻ ക്ലിക്ക് ചെയ്ത് നോക്കാം. എന്തായിരിക്കും മെസ്സേജ് വരുന്നത്? എൻ്റർ യുവർ പാസ്വേഡ്. പാസ്വേഡ് എൻ്റർ ചെയ്യാനായിട്ടുള്ളൊരു മെസ്സേജാണ് വന്നത്. നോക്കുക, ഇവിടെ ഞാൻ ജസ്റ്റ് എൻ്റെ പാസ്വേഡ് ഒന്നും എൻ്റർ ചെയ്യുന്നില്ല, വെറുതെ ബ്ലാങ്ക് ആയിട്ടുണ്ട്. ബട്ടനെ ക്ലിക്ക് ചെയ്യുമ്പോൾ എൻ്റർ യുവർ പാസ്വേഡ് എന്ന് പറഞ്ഞ മെസ്സേജ് വരുന്നു. അപ്പം ഈ ഒരു മെസ്സേജ് വരാനായിട്ട് ഇത് സെർവറിലേക്ക് പോകുന്നില്ല. എൻ്റെ ബ്രൗസർ തന്നെ മനസ്സിലാക്കുന്നു ഇവിടെ പാസ്വേഡ് എൻ്റർ ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കി അതാണ് ഇവിടെ റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ബ്രൗസറിനെ കൊണ്ട് ചെയ്യിക്കാനുള്ള പ്രോഗ്രാമുകൾ ഈ ഗൂഗിളിന്റെ വെബ്സൈറ്റിൽ അവർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ചെറിയ ചെറിയ ഇതുപോലെയുള്ള ചെക്കിങ് വാലിഡേഷൻ പർപ്പസിന് ഉപയോഗിക്കുന്ന ബ്രൗസറിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന സെറ്റ് ഓഫ് പ്രോഗ്രാം കോഡാണ്, അല്ലെങ്കിൽ ബ്രൗസർ എക്സിക്യൂട്ട് ചെയ്യുന്ന സെറ്റ് ഓഫ് പ്രോഗ്രാം കോഡിനെയാണ് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുക. മനസ്സിലായോ? നേരത്തെ ഞാൻ പാസ്വേഡ് എൻ്റർ ചെയ്യുമ്പോൾ ഈ മെസ്സേജ് എങ്ങോട്ടേക്ക് പോകണു? സെർവറിലേക്ക് പോകുന്നുണ്ട്. കണ്ടോ? സെർവറിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ അതേസമയം എന്താണ്, നമ്മളിത് ബ്ലാങ്ക് ആയിട്ടുള്ളൊരു പാസ്വേഡ് ആണ് കൊടുക്കുന്നതെങ്കിൽ ബ്രൗസർ തന്നെ ഇത് പ്രോസസ് ചെയ്യും. ഈ എൻ്റർ ചെയ്ത സംഭവം എന്താണ്, എന്തെങ്കിലും ഉണ്ടോ, അതിൽ ഡേറ്റ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നൊരു ചെക്കിംഗ് ഇവിടെ വെച്ച് തന്നെ ചെയ്യുന്നു. സെർവറിലേക്ക് പോകേണ്ട കാര്യമില്ല. കാരണം സെർവർ എന്ന് പറഞ്ഞാൽ ബിസി ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടറാണ്. ഈ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം സെർവറിലേക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സെർവർ അത്രയും ബിസി ആവും. അപ്പം സെർവറിന്റെ അത്രയും വർക്ക് ലോഡ് കുറയിക്കാനായിട്ട് ചെറിയ ചെറിയ ഇതുപോലത്തെ ഉള്ള ചെക്കിങ് നമ്മുടെ ബ്രൗസർ തന്നെ ചെയ്യും. സെർവറിന്റെ ഭാഗത്ത് നിന്ന് സെർവർ പറഞ്ഞതനുസരിച്ച് ബ്രൗസർ തന്നെ ആ വർക്ക് ചെയ്തു കൊടുക്കുന്നു. അതിനുവേണ്ടിയുള്ള സെറ്റ് ഓഫ് പ്രോഗ്രാംസിനെയാണ് അല്ലെങ്കിൽ കോഡിനെയാണ് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുക. മനസ്സിലായോ? ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഓൺലൈനായിട്ട് ഒരു ഫോം ഫില്ല് ചെയ്യാന്ന് വിചാരിക്കുക. അവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എന്ന് പറഞ്ഞ ഫീൽഡ് മാൻഡേറ്ററി ആയിട്ടുള്ള ഫീൽഡാണ്. നിങ്ങൾ ഓർക്കാതെ നിങ്ങൾ രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്യുന്നില്ല. നിങ്ങൾ ഓർക്കാതെ രജിസ്റ്റർ നമ്പറിന് പകരം നിങ്ങളുടെ പേര് നിങ്ങൾ അവിടെ എഴുതി കൊടുക്കുന്നു. നിങ്ങൾ സബ്മിറ്റ് ബട്ടൺ അടിക്കുമ്പോൾ അവിടെ ഒരു മെസ്സേജ് വരുന്നു, ഇൻകറക്റ്റ് രജിസ്റ്റർ നമ്പർ, അല്ലെങ്കിൽ രജിസ്റ്റർ നമ്പർ ഷുഡ് കണ്ടെയ്ൻ നമ്പർ, അല്ലെങ്കിൽ ബ്ലാങ്ക് ആയിട്ടുള്ള രജിസ്റ്റർ നമ്പർ കൊടുക്കുവാണെങ്കിൽ പ്ലീസ് എൻ്റർ രജിസ്റ്റർ നമ്പർ. ഇങ്ങനത്തെ ചെക്കിങ് വാലിഡേഷൻ എന്ന് പറയും. ഈ ചെക്കിങ് ചെയ്യുന്നത് സെർവറിൽ പോയിട്ടല്ല ചെയ്യുന്നത്, പകരം നമ്മുടെ ബ്രൗസർ തന്നെ ചെക്ക് ചെയ്യും. ഇതിനുള്ള പ്രോഗ്രാം കോഡുകൾ ബ്രൗസർ നമ്മുടെ ഈ വെബ്സൈറ്റിൽ ഉണ്ടാവും, അത് ബ്രൗസർ എക്സിക്യൂട്ട് ചെയ്യും. ഇത്തരം പ്രോഗ്രാം കോഡുകളെയാണ് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുക.
എന്നാൽ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ, ഞാനൊരു പാസ്വേഡ് ഇൻകറക്റ്റ് ആയിട്ടുള്ള പാസ്വേഡ് എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്ത് ബട്ടനെ പ്രസ് ചെയ്യുമ്പോൾ സെർവറിൽ നിന്ന് റിസൾട്ട് വരുന്നു, ഇത് ഇൻകറക്റ്റ് ആയിട്ടുള്ള പാസ്വേഡ് ആണ്. ഞാൻ കറക്റ്റ് ആയിട്ടുള്ള പാസ്വേഡ് ആണ് കൊടുത്തിരുന്നതെങ്കിൽ എന്ത് ചെയ്യും? ലോഗിൻ ചെയ്യും. അത് ചെയ്യുന്നത് എവിടെയാണ്? സെർവർ പോയി സെർവറിന്റെ ഡേറ്റാബേസിൽ നിന്ന് കണക്ട് ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള പാസ്വേഡ് ആണോ എന്ന് നോക്കുന്നു. കറക്റ്റ് ആയിട്ടുള്ള പാസ്വേഡ് ആണെങ്കിൽ അതിന്റെ ഈക്വലന്റ് ആയിട്ട് റിസൾട്ട് ആയിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്ന ഫോമിലേക്ക്, എൻ്റെ ഗൂഗിൾ അക്കൗണ്ടിന്റെ ഹോം പേജിലേക്ക് എനിക്ക് പോകാനായിട്ട് പറ്റുന്നു, അല്ലെങ്കിൽ എനിക്ക് ഡിസ്പ്ലേ ചെയ്ത് തരുന്നു. അപ്പം അത്തരം പ്രോഗ്രാം, അത് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസുകളായിരിക്കും സെർവർ സൈഡിൽ എഴുതുക. അത്തരം പ്രോഗ്രാംസിനെയാണ് എന്താ പറയുക, സെർവേഴ്സ് അല്ലെങ്കിൽ അത്തരം കോഡിനെയാണ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുക. അപ്പൊ ഈ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഉദാഹരണത്തിന് നിങ്ങളൊരു വെബ് പേജ് എടുത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് വ്യൂ പേജ് സോഴ്സ് എടുത്ത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കോഡുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഉണ്ടോ? ഗൂഗിൾ അക്കൗണ്ടിന്റെ ഒരു വലിയ കോഡുകളാണിത്. ഇതിനേക്കാളും നമുക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ HSCAPന്റെ ഹോം പേജ് ആണ്. ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് വ്യൂ പേജ് സോഴ്സ് എടുക്കുകയാണെങ്കിൽ നമ്മളുടെ നോക്കുക HTML കോഡ്, ആ വെബ് പേജ് ഈ ഒരു പർട്ടിക്കുലർ വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള സോഴ്സ് കോഡുകൾ എന്ന് പറഞ്ഞാൽ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് കോഡുകൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. നോക്കുക, സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റ് ഇറങ്ങുന്നുണ്ടോ? സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ്, ടൈപ്പ് ഈക്വൽ ടു text/JavaScript, സോഴ്സ്. അപ്പം ഇവിടെ 3 ആട്രിബ്യൂട്ട്, സ്ക്രിപ്റ്റ് ലാംഗ്വേജ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് ഉപയോഗിക്കുന്നുണ്ട്, കൂടാതെ ടൈപ്പ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നുണ്ട്, SRC എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ സ്ക്രിപ്റ്റിനുള്ളിലാണ് സ്ക്രിപ്റ്റ് ചെയ്യേണ്ട സംഭവങ്ങൾ നമ്മൾ എഴുതുക. അപ്പം ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്, ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് വേണമെങ്കിൽ ഈ കാണുന്ന ആർക്ക് വേണമെങ്കിൽ നമുക്ക് ഡിസേബിൾഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ പർട്ടിക്കുലർ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് പെർഫോം ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ബ്രൗസറിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. ചില വെബ്സൈറ്റുകളൊക്കെ നമ്മൾ കയറുമ്പം ചിലപ്പോൾ ഒരു മെസ്സേജ്, നമ്മൾ താരതമ്യം പഴയ ഒരു ബ്രൗസറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ബ്രൗസർ കനോട്ട് സപ്പോർട്ട് ദി സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് മെസ്സേജ് വരും. അപ്പം നമ്മുടെ ബ്രൗസറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുമോ ഇല്ലയോ എന്നൊക്കെ തീരുമാനിക്കാൻ പറ്റുക. അതേസമയം കാരണം എന്താണ്, ഈ സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന എവിടെയാണ്? നമ്മുടെ ബ്രൗസറിലാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതേസമയം സെർവർ സൈഡ് സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത് സെർവറിലാണ്. അതുകൊണ്ട് സെർവർ സൈഡ് കോഡുകളൊന്നും നമുക്ക് ഒരിക്കലും ഇതുപോലെ വ്യൂ ചെയ്യാനായിട്ട് പറ്റുകയില്ല, അതിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് പറ്റുകയില്ല. അതുപോലെ തന്നെ ബ്രൗസറുമായിട്ട് അതിന് വലിയ ബന്ധമൊന്നും ഉണ്ടാവുകയില്ല. ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങും സെർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്ക്രിപ്റ്റ് ഈസ് കോപ്പി ടു ദി ക്ലയന്റ് ബ്രൗസർ. ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റ് ചെയ്യുന്നത് ആരാണ്? എക്സിക്യൂട്ട് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ബ്രൗസറാണ്. അപ്പൊ ഞാൻ ഈ ഒരു ജിമെയിൽ അക്കൗണ്ടിലേക്ക് കയറുമ്പോൾ ഇവരുടെ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങിന് വേണ്ടി എഴുതിയിരിക്കുന്ന കോഡുകളെ എന്റെ ബ്രൗസറിലേക്ക് കോപ്പി ചെയ്യും. എന്നിട്ട് എന്റെ ബ്രൗസറാണ് അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ബ്രൗസറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ ബ്രൗസറാണ് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് കോഡുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. എന്നാൽ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് റിമെയിൻസ് ഓൺ ദി വെബ് സെർവർ. നമുക്ക് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് എപ്പോഴും എവിടെയായിരിക്കും? വെബ് സെർവറിലായിരിക്കും. വെബ് സെർവറിൽ നിന്നുകൊണ്ട് തന്നെയാണ് അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അടുത്തത്, സ്ക്രിപ്റ്റ് ഈസ് എക്സിക്യൂട്ടഡ് ഇൻ ദി ക്ലയന്റ് ബ്രൗസർ. ഓൾറെഡി പറഞ്ഞാണ്, ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ആദ്യം നമ്മുടെ ബ്രൗസറിലേക്ക് കോപ്പി ചെയ്യും, എന്നിട്ട് അത് റൺ ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ ബ്രൗസറാണ് അതിനെ റൺ ചെയ്യിക്കുന്നത്. എന്നാൽ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ഈസ് എക്സിക്യൂട്ടഡ് ഇൻ ദി വെബ് സെർവർ ആൻഡ് ദി വെബ് പേജ് പ്രൊഡ്യൂസ് ഈസ് റിട്ടേൺ ടു ദി ക്ലയന്റ് ബ്രൗസർ. ഈ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് എക്സിക്യൂട്ട് ചെയ്യുന്നത് വെബ് സെർവറിലാണ്. ആ എക്സിക്യൂട്ട് ചെയ്യുന്നതിന്റെ റിസൾട്ട് ആയിട്ടാണ് നമുക്ക് കാണുന്ന HTML പേജ് വരുന്നത്. Client side script are mainly used for validation of data at the client. അപ്പൊ ബ്രൗസറിൽ നിന്നുകൊണ്ട് ഡേറ്റ വാലിഡേറ്റ് ചെയ്യാനായിട്ടാണ് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ഉപയോഗിക്കുക.
എന്നാൽ server side script are usually used to connect to database and return data from the server. അപ്പൊ സെർവറിലേക്ക് കണക്ട് ചെയ്യാനായിട്ടും റിസൾട്ട് ആയിട്ട് വെബ് പേജ് നമുക്ക് തിരിച്ചു തരാനും ഒക്കെയാണ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. യൂസർ ക്യാൻ ബ്ലോക്ക് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ്. അപ്പം യൂസറിന് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സെറ്റിംഗ്സിൽ ചെന്ന് നമുക്ക് എന്താണ് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ബ്ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും, ഡിസേബിൾഡ് ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻ ഉണ്ട്. എന്നാൽ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് കനോട്ട് ബി ബ്ലോക്ക്ഡ് ബൈ എ യൂസർ. ഒരു കാരണവശാലും സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗിൽ ബ്ലോക്ക് ചെയ്യാനായിട്ടോ ഡിസേബിൾഡ് ചെയ്യാനായിട്ടോ ഒന്നും യൂസറിന് ഒന്നും ചെയ്യാനായിട്ട് പറ്റുകയില്ല. The type and version of the web browser affect the working of a client-side scripting. അപ്പം ഓരോരുത്തരും യൂസ് ചെയ്യുന്ന ബ്രൗസറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ക്ലയന്റ് സൈഡ് കോഡുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. എന്നാൽ the features of web browser does not affect the working of a server side script. എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്ന ബ്രൗസറും സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിന് എക്സാമ്പിൾ ആണ് ജാവാ സ്ക്രിപ്റ്റ്, VB സ്ക്രിപ്റ്റ് തുടങ്ങിയുള്ള ലാംഗ്വേജ്. സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗിന് എക്സാമ്പിൾ ആണ് PHP, JSP, ASP ആൻഡ് പേൾ എന്ന് പറഞ്ഞ ലാംഗ്വേജുകൾ. അപ്പം ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് താരതമ്യം എളുപ്പമാണ്. സെർവർ സൈഡ് കുറച്ചും കൂടെ കുറച്ചും കൂടെ ലോജിക്കൽ സ്കിൽസുകളും ഒക്കെ വേണ്ടി വരുന്ന കുറച്ചും കൂടെ കൂടിയ ലെവലിലുള്ള ഒന്നാണ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ്. എനിവേ നമ്മൾ ഈ ചാപ്റ്ററിൽ HTML പഠിക്കും, ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് പഠിക്കും, സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗും പഠിക്കുന്നുണ്ട്. അപ്പൊ ആ വ്യത്യാസം ഒന്ന് മനസ്സിലാക്കിയിരിക്കുക, നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു.